ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ലൈനുകൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ ഈ അപ്ഡേഷനിൽ വരുന്ന ലൈനുകളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈൻ വരുന്നത് അപ്ഡേഷനിലൂടെയാണ്. നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ യൂട്യൂബിലും എല്ലാവർക്കും പിന്നെ കുറേ പേർക്കൊക്കെ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഈ ലൈനിൻ്റെ ഒരു പ്രശ്നം. ഇതിന് പരിഹാരം ശരിക്കും ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളതാണ് പറയുക. പക്ഷെ ഡിസ്പ്ലേ മാറ്റാതെ നമുക്ക് EN-LS23 എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് മെഷീനറികൾ ഇപ്പോൾ വരുന്നുണ്ട്, ലേസർ ടൈപ്പ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതൊരു മെഷീനറിയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലക്സ് കേബിൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ഇതൊരു LED ഡിസ്പ്ലേ ആണ്. ഇപ്പം ഇതിൻ്റെ ബാക്കിലാണ് ഈ സ്ട്രിപ്പ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ബൈൻഡ് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. ഇതിനെ ബോണ്ടിങ് എന്ന് പറയാം. ബോണ്ട് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. ഇപ്പോൾ ഈ ഒരു ബോണ്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഈ ലൈൻ വരുന്നത്. ഇപ്പോൾ ഈ ബോണ്ടിങ് നമുക്ക് റീബോണ്ടിങ് ചെയ്യാനായിട്ടുള്ള മെഷീനറികൾ ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പക്ഷേ റേറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് അധികം ആൾക്കാർ അങ്ങനെ എടുത്തു വെക്കണില്ല. പിന്നെ ഈ ഒരു പണിയും കൂടുതലാണ്. നമുക്ക് ഭയങ്കര സൂക്ഷ്മമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു പണിയാണ് ഓരോ ലൈനും മാറ്റാനായിട്ട്. അപ്പോൾ ആ ഒരു മെനക്കേട് കൊണ്ടൊക്കെയാണ് ആൾക്കാർ ഡിസ്പ്ലേ മാറ്റണമെന്ന് പറയണത്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു മെഷീനറി ഒന്നും അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നൈയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യണ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് എന്തോരം വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് LCD ഡിസ്പ്ലേയിലും ഇതുപോലെ ലൈൻ വരും കേട്ടോ. LCD ഡിസ്പ്ലേയിൽ നമ്മൾ ചിലപ്പോൾ ഈ താഴെ വീഴുമ്പോഴൊക്കെ ലൈൻ വരും. ആ ഒരു ലൈനിൻ്റെ കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അപ്ഡേഷനിൽ വരുന്ന ലൈനിൻ്റെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. ഞാൻ ഒരു LCD ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ലൈനൊക്കെ വരാറുണ്ട്. നമ്മുടെ ഈ ഒരു സ്ട്രിപ്പും LCD ഡിസ്പ്ലേയുടെ ആ LCD ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് എന്തെങ്കിലും പൊട്ടലോ ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അങ്ങനെ ലൈൻ വരാറുണ്ട്. ഇപ്പോൾ ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പൊട്ടലും തട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ലൈൻ വരും. ആ ലൈനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒറ്റ കളറിലുള്ള പച്ച ലൈനൊക്കെ വരുന്നില്ല, ആ ലൈനുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ LCD ഡിസ്പ്ലേയിലൊക്കെ നമ്മൾ ചിലപ്പോൾ തലത്ത് വീണ ലൈൻ വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പൊട്ടലുണ്ടെങ്കിലും. പക്ഷേ LED ഡിസ്പ്ലേയിലൊക്കെ ലൈൻ വന്ന് പൊട്ടിക്കഴിഞ്ഞ് ഈ താഴെ വീണ് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിസ്പ്ലേ പോകും. അപ്പോൾ നമ്മുടെ ഈ OnePlus ഇപ്പോൾ ഒരുപാട് ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ടല്ലോ, വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ്. സാംസങ്ങിലുണ്ട് ഈ പ്രശ്നം, ചില വിവോയുടെ സെറ്റുകളിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഡിസ്പ്ലേ മാറ്റാതെ നമുക്ക് ആ അത്ര റേറ്റ് പോലും ശരിക്കും ഒരു പരിപാടിക്ക് വരുന്നില്ല. പക്ഷെ ആകെ ഒരു ചെയ്യേണ്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.